Hi all, welcome to SRK Triple class. നമ്മൾ EET 308 കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ ജനുവരി 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 to 25 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 26 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 50 വരെയുള്ള ക്വസ്റ്റ്യനാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യനാണ്, സപ്ലിമെൻ്ററിക്ക് വന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 25 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഷിഫ്റ്റ് രജിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ എന്താണ് പാരലൽ ടു സീരിയൽ കൺവേർഷൻ, സീരിയൽ ടു പാരലൽ കൺവേർഷൻ, ഡിജിറ്റൽ ടൈം ഡിലേ ഓൺലി ആൻഡ് ഓൾ ഓഫ് ദി എബോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് 4 രീതിയിലുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് എന്താ SISO എന്ന് പറയും, സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്, അതേപോലെ SIPO serial in parallel out, PIPO parallel in parallel out, then parallel in serial out. ഇങ്ങനെ 4 രീതിയിലുണ്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ പാരലൽ ടു സീരിയൽ കൺവേർഷൻ വൺലി എന്ന് പറയുന്നത് അല്ല, പാരലൽ ടു സീരിയൽ കൺവേർഷൻ പോസിബിൾ, സീരിയൽ ടു പാരലൽ നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡിലേയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഡിജിറ്റൽ ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, സീരിയൽ ടു പാരലൽ കൺവേർഷൻ, ഡേറ്റ കൺവേർഷനും നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് നമ്പർ സിസ്റ്റം ഹാസ് എ ബേസ് 16. അപ്പോൾ ഇത് വളരെ സിമ്പിൾ, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസ് 16 ഉള്ള നമ്പർ സിസ്റ്റം ഏതെന്ന് പറയുന്നത് ഹെക്സാഡെസിമലാണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒക്ടൽ എന്ന് പറയുമ്പം നമുക്ക് ബേസ് സിസ്റ്റം ഹാസ് എ ബേസ് ഓഫ് 8, ബൈനറി എന്ന് പറയുന്നത് ഹാസ് എ ബേസ് ഓഫ് 2, ഡെസിമൽ എന്ന് പറയുന്നത് ഹാസ് എ ബേസ് ഓഫ് 10. ഓക്കെ, ഇപ്പോൾ 2, 8, 10, 16. അപ്പോൾ ബേസ് 16 ഏത് നമ്പർ സിസ്റ്റം എന്ന ക്വസ്റ്റ്യൻ ഹെക്സാഡെസിമലാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 28ാമത്തെ ക്വസ്റ്റ്യൻ 318 അല്ലേ, കൺവേർട്ട് 312 ഒക്ടൽ ഇൻറ്റു ഡെസിമൽ വാല്യൂ. അപ്പോൾ നമുക്ക് 312 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമുക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് 3 ഇൻറ്റു this is right to be 0 1 2, right? So 3 into 8 square plus 1 into 8 raised to 1 plus 2 into 8 raised to 0 നമുക്ക് എഴുതാം. അപ്പോൾ 8 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 into 2, 8 raised to 1 എന്ന് പറഞ്ഞാൽ 8, 8 into 1 എന്ന് പറയുന്നത് 8 തന്നെയാണ്, പ്ലസ് 8 സ്ക്വയർ എന്ന് പറയുന്നത് 64. അപ്പോൾ 64 into 3 എന്ന് പറയുന്നത് 192. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 192 plus 8 200 202. സോ 202 ആൻസർ. സോ ആൻസർ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 202. ക്ലിയർ? അപ്പം നമുക്കിങ്ങനെ എഴുതാം 312 the base 8, octal number will be equal to 202 to the base 10. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 29ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അഡീഷൻ ഓഫ് ബൈനറി നമ്പർ 101001? 101001 പ്ലസ് 01001. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 0 കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 0 + 1 എത്രയാണ്, 1 + 0 എത്രയാണ്, 1 + 1 ബൈനറി അഡീഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം ഇവിടെ നമുക്ക് സമ്മും അതേപോലെ നമുക്ക് ക്യാരി ഓവർ എത്രയാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ 0 + 0 എന്ന് പറയുന്നത് 0 ആണ്, ക്യാരി ഓവർ ഇല്ല 0. 0 + 1 എന്ന് പറയുന്നത് 1 വിത്ത് ക്യാരി ഓവർ 0. 1 + 0 എന്ന് പറയുന്നത് 1, ക്യാരി ഓവർ 0. 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി ഓവർ 1 എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി ഓവർ 1. സോ 1 + 1 again 0 with carry over 1. So 1 + 0 1, 1 + 0 again 1. So it will be 1, 1 + 0 1, 0 + 1 1, 1 + 0 1. അപ്പം നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും. നമുക്ക് കിട്ടുന്നത് 1 1 1 1 0 0, 1 1 1 1 0 0 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ആൻസർ 29th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓൺലി ദോസ് ലോജിക് ഗേറ്റ് ഡിസിഗ്നേറ്റഡ് ആസ് യൂണിവേഴ്സൽ ഗേറ്റ് ഈസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 30ാം ദിവസം നമുക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? നാൻഡിനെയും നോറിനെയാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൻഡും നോറും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഗേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് എല്ലാ ഗേറ്റ്സും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, എക്സോർ, എല്ലാ ഗേറ്റ്സും ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സും നാൻഡ് നോർ വെച്ച് റിയലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. 31st ക്വസ്റ്റ്യൻ മുതൽ 40th ക്വസ്റ്റ്യൻ വരെ പവർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 31ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിൻ ഇൻസുലേറ്റേഴ്സ് ആർ നോർമലി യൂസ്ഡ് അപ് ടു വോൾട്ടേജ് ഓഫ് എബൌട്ട്. പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ് ടു വോൾട്ടേജ് ഓഫ് എബൌട്ട് 33 kV വരെയുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ പിൻ ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബിയോണ്ട് 33 kV, ഓക്കെ, ബിയോണ്ട് 33 kV പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. ബിയോണ്ട് 33 kV നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിൻ ഇൻസുലേറ്റേഴ്സ് അപ് ടു 33 kV ആണെങ്കിൽ എബോവ് 33 kV എന്ന് പറയുന്നത് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാത്തത്? പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബിയോണ്ട് 33 kV നമ്മൾ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ബിക്കം ടു ബൾക്കി. ഓക്കെ, ഇറ്റ്സ് ബിക്കം ടു ബൾക്കി ആൻഡ് നോട്ട് എക്കണോമിക്കൽ. ഓക്കെ, അൺഎക്കണോമിക്കൽ എന്ന് പറയാം. അപ്പം 33 kV കൂടുതലായിട്ട് നമ്മൾ പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബിക്കം ടു ബൾക്കി ആൻഡ് അൺഎക്കണോമിക്കൽ ആയിരിക്കും. സോ അതുകൊണ്ട് ബിയോണ്ട് 33 kV നമ്മൾ എന്ത് ചെയ്യത്തില്ല, പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സിൻക്രണസ് കണ്ടൻസർ ഇസ് വിർച്വലി വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം എന്താണ് സിൻക്രണസ് കണ്ടൻസർ എന്ന് ഒരു സിൻക്രണസ് മോട്ടർ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സിൻക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത് സിൻക്രണസ് മോട്ടറിനെ ഓവർ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് സിൻക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പം ദറ്റ് മീൻസ് ഇത് എന്തോ ഒരു സിൻക്രണസ് മോട്ടറിനെ ഓവർ എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം ഇറ്റ് ആക്ട്സ് ലൈക്ക് എ കപ്പാസിറ്റർ. ഇപ്പോൾ കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. സോ ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനെ സിൻക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നു. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ സിൻക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഓവർ എക്സൈറ്റഡ് സിൻക്രണസ് മോട്ടർ എന്ന് പറയുന്നത് കറക്റ്റാണ്. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം. വിച്ച് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ കൺട്രോളിങ് ചെയിൻ റിയാക്ഷൻ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ? ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതെന്നാണ്. അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ബോറോൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്ലി ന്യൂട്രോൺ അബ്സോർബൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, സ്ട്രോങ്ലി ന്യൂട്രോൺ അബ്സോർബൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബോറോൺ എന്ന് പറയുന്നത് ന്യൂട്രോൺ അബ്സോർബൻറ്റ് മെറ്റീരിയലാണ്. സോ ബോറോൺ, അതേപോലെ നമുക്ക് യൂസ് ചെയ്യുന്ന വേറൊരു ഇതെന്ന് പറയുന്നത് കാഡ്മിയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ബോറോൺ, കാഡ്മിയം പോലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം. Ferranti effect states that under certain condition the sending end voltage is less than receiving end voltage, greater than receiving end voltage, equal to receiving end voltage, abnormally high. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു സിസ്റ്റം, ഇപ്പോൾ ഒരു പവർ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് സെൻഡ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് റിസീവിങ് എൻഡിൽ സാധാരണ എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? റിസീവിങ് എൻഡിൽ എപ്പോഴും കുറവായിട്ടായിരിക്കും കിട്ടേണ്ടത്, അല്ലേ? സാധാരണ കുറവ്. ഫെറാൻറ്റി എഫക്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവിങ് എൻഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, റിസീവിങ് എൻഡിലെ വോൾട്ടേജ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെൻഡിങ് എൻഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം സെൻഡിങ് എൻഡ് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ റിസീവിങ് എൻഡ് വോൾട്ടേജ്. അത് ഒരു കൺഫ്യൂഷൻ വരും. പെട്ടെന്ന് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സെൻഡിങ് എൻഡ് വോൾട്ടേജ്, റിസീവിങ് എൻഡ് വോൾട്ടേജ് ഗ്രേറ്റർ ആണ്, അപ്പോൾ ഗ്രേറ്റർ ദാൻ റിസീവിങ് എൻഡ് വോൾട്ടേജ് എന്ന് എഴുതരുത്. സെൻഡിങ് എൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ? റിസീവിങ് എൻഡ് വോൾട്ടേജിനെക്കാട്ടും കുറവായിരിക്കും. സെൻഡിങ് എൻഡ് വോൾട്ടേജ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് റിസീവിങ് എൻഡ് വോൾട്ടേജ് കൂടുതലാണെന്ന് അർത്ഥം. ദറ്റ് ഈസ് 34th ക്വസ്റ്റ്യൻ. എ ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം diversity factor. Okay, 35th question, diversity factor എന്ന് പറയുന്നത് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ദ സം ഓഫ് കൺസ്യൂമേഴ്സ് മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ലോഡ് ഓഫ് ദി സ്റ്റേഷൻ. ഇത് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുതലാണെന്ന് വിചാരിക്കുക. ഗ്രേറ്റർ ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ കോസ്റ്റ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഗ്രേറ്റർ ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ ദ കോസ്റ്റ് ഓഫ് ജനറേഷൻ ഈസ് ലെസ് എന്ന് നമുക്ക് പറയാം. കോസ്റ്റ് ഓഫ് ജനറേഷൻ ഗ്രേറ്റർ ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ കോസ്റ്റ് ഓഫ് ജനറേഷൻ ഈസ് ലെസ് എന്ന് നമുക്ക് പറയാം. ഇതാണ് 35th ക്വസ്റ്റ്യൻ. ആൻസർ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. 36th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് എ മിനിമം റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മിനിമം റണ്ണിങ് കോസ്റ്റ് ഉള്ളത് ഏക ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ് മിനിമം റണ്ണിങ് കോസ്റ്റ് ഉള്ളത്. ശ്രദ്ധിക്കുക, റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം. അപ്പം പക്ഷേ ഇനീഷ്യൽ കോസ്റ്റ് ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനായിരിക്കും. ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. ബട്ട് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആയിക്കോട്ടെ, തെർമൽ പവർ സ്റ്റേഷനും ഡീസൽ പവർ പ്ലാന്റിലൊക്കെ എന്തോ നമ്മൾ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, കോൾ ആയിക്കോട്ടെ, ന്യൂക്ലിയർ ഫ്യൂവൽസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീസൽ ആയിക്കോട്ടെ, ഈ 3 എണ്ണത്തിൽ എന്തോ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഫ്യൂവലിനുള്ള കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് ന്യൂക്ലിയർ, തെർമൽ ആൻഡ് ഡീസൽ പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടറാണ് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ടർ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ വാട്ടർ നമുക്ക് എന്തോ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അല്ലേ, അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൽ പ്രശ്നം വരത്തില്ല. അതുകൊണ്ടാണ് റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കുന്നത്. അടുത്ത ചോദ്യം 37ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊറോണ ഈസ് അക്കമ്പനൈഡ് ബൈ. കൊറോണ എന്ന് പറയുന്നത് ഫിനോമിനൻ ഓഫ് കൊറോണ ഡെഫിനിഷൻ തന്നെ അതാണ്. കൊറോണ ഫിനോമിനൻ ഓഫ് പ്രൊഡ്യൂസിങ് എ വയലറ്റ് ഗ്ലോ അല്ല വയലറ്റ് ഡിസ്ചാർജ് വിത്ത് ഹിസ്സിംഗ് നോയിസ് ആൻഡ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ് എന്ന് പറയുന്നതാണ് കൊറോണ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം കൊറോണ എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ് ഈസ് കറക്റ്റ്. വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് ഇൻ ഡാർക്ക്നെസ് ഉണ്ടാവും, ഹിസ്സിംഗ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഓസോൺ പ്രൊഡക്ഷൻ ഓഫ് ഓസോണും ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഇതിലെ ഓപ്ഷൻ കൊറോണ ഈസ് അക്കമ്പനൈഡ് ബൈ ഓൾ ദ 3 ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ ഡി. ആൻസർ എന്ന് പറയുന്നത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ്. വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് ഇൻ ഡാർക്ക്നെസ്, ഹിസ്സിംഗ് സൗണ്ട്, ഓസോൺ എല്ലാം ഇതിന് ആപ്ലിക്കബിൾ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോസ് ഓഫ് സ്കിൻ എഫക്റ്റ്? ഇപ്പോൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്കറിയാം സ്കിൻ എഫക്റ്റ് എപ്പോഴും ഉണ്ടാകുന്നത് എന്തോ ഫ്രീക്വൻസിയുടെ ഹൈ ഫ്രീക്വൻസിയിലാണ് സ്കിൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സ്കിൻ എഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഈ സ്കിൻ എഫക്റ്റിൻ്റെ മെയിനായിട്ട് ഉണ്ടാകുന്ന വേറൊരു കാര്യം എന്നുള്ളത് എന്താ? അതിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആയിരിക്കും ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും കറക്റ്റാണ്, ഓപ്ഷൻ ബിയും കറക്റ്റാണ്. ദറ്റ് ഈസ് കോസ് ഓഫ് സ്കിൻ എഫക്റ്റ് ഡ്യൂ ടു ദ സപ്ലൈ ഫ്രീക്വൻസി ആസ് വെൽ ആസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. സോ 38ാമത്തെ ക്വസ്റ്റിന് നമുക്ക് ഓപ്ഷൻ ഡി നമുക്ക് ചൂസ് ചെയ്യാം. ബോത്ത് എ ആൻഡ് ബി ഓർ ദ കാസസ് സപ്ലൈ ഫ്രീക്വൻസി ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കണ്ടക്ടേഴ്സ് ഓർ ദ കോസസ് ഓഫ് സ്കിൻ എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇസ് ദ സ്കിൻ എഫക്റ്റ് ഒബ്സർവ്? കേബിൾ കാരിങ് DC current, DC ട്രാൻസ്മിഷൻ ലൈൻ ഓൺലി, AC ട്രാൻസ്മിഷൻ ലൈൻ ഓൺലി, DC ആസ് വെൽ. ഓൾറെഡി ഞാൻ പറഞ്ഞു സ്കിൻ എഫക്റ്റ് ഉണ്ടാകുന്നത് ഹൈ ഫ്രീക്വൻസിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. സോ ദറ്റ് ഈസ് AC തന്നെ ആയിരിക്കും. സോ AC ട്രാൻസ്മിഷൻ ലൈൻ തന്നെ ആയിരിക്കും. എന്താണ് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദ ടെൻഡൻസി ഓഫ് alternating high frequency currents to crowd towards the surface of the conductor or conducting material, whatever. ഇതാണ് എന്താ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. സോ മെയിൻലി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ AC transmission line എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് ഫാക്ടർ ഡസ് ദ സ്ട്രിംഗ് എഫിഷ്യൻസി ഓഫ് എ സ്ട്രിംഗ് ഓഫ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ഡിപ്പെൻഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്, സ്ട്രിംഗ് എഫിഷ്യൻസി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഡിഫൈൻഡ് ആസ് വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ്. ഓക്കെ, വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ number of disk into voltage across the disk nearest to the
conductor. Okay, voltage across the disk nearest to the conductor. Voltage across string divided by number of disk into voltage across the disk nearest to the conductor. ഇതാണ് എന്താ string efficiency എന്ന് പറയുന്നത്. So on what factor does the string efficiency of a string of suspension dependent means it not depends on the size of the insulator. It depends on the number of disks in the string. Size of tower അല്ല. So option B ആണ് ഇതിലെ correct answer. കാരണം നമ്മുടെ equation string efficiency is inversely proportional to the number of disks. If the number of disks is less, string efficiency will be more. Okay, അപ്പോൾ 40th question ആയി. അടുത്ത question 41ാമത്തെ question. Energy of a power signal. So please remember energy of a power signal എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് a signal cannot be ഒരേ സമയത്ത് തന്നെ ഒരു സിഗ്നൽ എനർജി സിഗ്നലായിട്ടും പവർ സിഗ്നലായിട്ടും ഒരിക്കലും വരത്തില്ല. If a signal is an energy signal, power is 0. If a signal is power signal, energy is 0. അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എനർജി ഓഫ് എ പവർ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പവർ സിഗ്നലിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇത്രേ ഉള്ളൂ. എ പവർ സിഗ്നൽ has infinite energy. Okay, power signal has infinite energy and energy signal has zero average power. Okay, zero average power. ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എനർജി ഓഫ് എ പവർ സിഗ്നൽ ഈസ് ഇൻഫൈനൈറ്റ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 42ാമത്തെ ക്വസ്റ്റ്യൻ. എ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ഇസ് എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതും ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? നമുക്ക് ടൈം വേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. അപ്പോൾ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടിൽ ഒരു ഡിലേ വന്നാലും എന്തായിരിക്കണം? ദ ഔട്ട്പുട്ട് റിമൈൻസ് ദ സെയിം. ദറ്റ് മീൻസ് എക്സ് ഓഫ് ടി മൈനസ് ടി ഒരു ഡിലേ നമ്മൾ പ്രൊവൈഡ് ചെയ്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഷുഡ് ബി റിമൈൻസ് ദ സെയിം. സോ ഓപ്ഷൻ സി ബൈ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ. For a time invariant system is a system whose output remains same with the delay in its input. So option C ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. 42C. 43ാമത്തെ ക്വസ്റ്റ്യൻ. If x of minus t is equal to minus x of t, then the signal is said to be. എന്ത് സിഗ്നലാണ്? ഇതും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവേ കമ്പയർഡ് വിത്ത് അത് ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. എല്ലാം പെട്ടെന്ന് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. എക്സ് ഓഫ് മൈനസ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ആ സിഗ്നൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഓഡ് സിഗ്നലായിരിക്കും. ഓഡ് സിഗ്നലിലായിരിക്കും നമ്മൾ അങ്ങനെ വരുന്നത്. അതായത് ഇഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് ടി ആണ്, രണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ then it is said to be an even signal. Okay, that is to be even signal. If x of minus t is equal to x of t, then it is said to be odd signal എന്ന് നമുക്ക് പറയാം. അതേപോലെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലും എക്സ് ഓഫ് ടി പ്ലസ് ടി ഇത് രണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ then that type of signal is called as periodic signal. ഇപ്പോൾ ഇങ്ങനെ ഈക്വൽ അല്ലാതെ വരികയാണ്, ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി, ഇറ്റ് ഈസ് കോൾഡ് as നോൺ പീരിയോഡിക് സിഗ്നൽ. ഇറ്റ്സ് കോൾഡ് as നോൺ പീരിയോഡിക് സിഗ്നൽ. അപ്പം ഇതിൽ ഓപ്ഷൻ 43ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി, ദറ്റ് ഈസ് ഓഡ് സിഗ്നൽ ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 44ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും അഗെയിൻ ബൈ ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് നമുക്ക് ആൻസർ ചെയ്താന്നുള്ളൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ? ഇപ്പോൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷുഡ് ബി എ യൂണിറ്റി 1. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. 44D. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോട്ട്സ് ആർ റിപ്രസെൻറ്റഡ് ബൈ. നോട്ട്സ് എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സാധാരണ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുമ്പം ഇങ്ങനെയായിരിക്കും റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ എ സ്മോൾ സർക്കിൾസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഫോർ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോട്ട്സ് ആർ റിപ്രസെൻറ്റഡ് ബൈ സ്മോൾ സർക്കിൾസ്. സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നമ്മളെന്താ ബ്ലോക്ക് ഡയഗ്രത്തിൽ റിപ്രസെൻറ്റ് ചെയ്യും. ആരോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റേജ്, അതിനെ ട്രാൻസ്മിറ്റൻസിനാണ് ആരോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോയിന്റർ എന്ന് പറയുന്നതും ബ്ലോക്ക് ഡയഗ്രത്തിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പോയിന്റർ എന്ന് പറയുന്നത്. സോ അതുമല്ല. സോ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമ്മൾ സാധാരണ നോട്ട്സ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് സർക്കിൾസിലായിരിക്കും. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് എ പോൾ ഇസ് ലൊക്കേറ്റഡ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു -5. ഇപ്പോൾ നമ്മളൊരു എസ് പ്ലെയിൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എസ് പ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു -5 എന്ന് പറയുന്നത് -5. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പോൾ ഇരിക്കുന്നത്. ഹൗ ഇറ്റ് വിൽ ബി റിപ്രസെൻറ്റ് ഇൻ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം? സിമ്പിൾ. എസ് ഇസ് -5. എസ് ഇസ് -5 എന്ന് പറഞ്ഞാൽ എന്തോ എസ് ഇസ് ഈക്വൽ ടു -5, ദറ്റ് ഈസ് എസ് പ്ലസ് 5.
എസ് പ്ലസ് ഫൈവ് എന്ന് കിട്ടും. സോ ദ പോൾ വിൽ റിപ്രസെൻറ്റ്സ് ദ എന്തായിരിക്കും ഡിനോമിനേറ്റർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഡിനോമിനേറ്റർ ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഡിനോമിനേറ്റർ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ 1 പ്ലസ് എസ് പ്ലസ് ഫൈവ് എന്ന് നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം. ദറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു -5 ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അതായത് പോളാണ് അല്ലേ, പോളാണ്. അപ്പോൾ പോൾ എന്ന് പറയുന്നത് നമ്മളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ന്യൂമറേറ്റർ വിൽ റിപ്രസെൻറ്റ് ദ റൂട്ട്സ് ഓഫ് സീറോസ്, ഡിനോമിനേറ്റർ റിപ്രസെൻറ്റ് ദ റൂട്ട്സ് ഓഫ് പോൾസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം എസ് പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കും. സോ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് ഫൈവ്, അതാണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഒരു കാര്യം കൂടെ, ഈ ക്വസ്റ്റ്യനിൽ ഇപ്പം എസ് മൈനസ് ഓപ്ഷൻ ബി വരണം എന്നുണ്ടെങ്കിൽ ഈ പോൾ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വരികയാണെങ്കിൽ ഓപ്ഷൻ ബി വരത്തുള്ളൂ. അതേപോലെ എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഫൈവ് വരണം എന്നുണ്ടെങ്കിൽ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി 0 ഷുഡ് ബി ദർ, ഒരു പോളും വരണം -5. അങ്ങനെ വരികയാണെങ്കിൽ ഓപ്ഷൻ സി വരത്തുള്ളൂ. 47th ക്വസ്റ്റ്യൻ, if x of z is a z transform of the signal x of n, what is the z transform a n x of n? It's again very simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ഒരു സിഗ്നൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിനെ എക്സ് ഓഫ് എസ് ഇസഡ് എന്ന് കിട്ടുകയാണ്. അപ്പം n ഇൻറ്റു എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എക്സ് ഓഫ് ഇസഡ് നമുക്ക് എഴുതാണെങ്കിൽ എ ഇൻറ്റു എൻ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡ് എന്നായിരിക്കും കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡ്. ഇതും ബൈ ഡെഫിനേഷൻ ഇറ്റ്സെൽഫ് നമുക്ക് പറയാനുള്ള കാര്യമാണ്. 48th ക്വസ്റ്റ്യൻ, യൂസ് മാസൺസ് ഗെയിൻ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ ഫിഗർ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/Δ സിഗ്മ പി ഡെൽറ്റ. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. ഡെൽറ്റ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് നോക്കാം. നോക്കിയാൽ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് നോക്കിയാൽ ആറിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. x1 g1 ആണ് ഫസ്റ്റ് ഫോർവേഡ് പാത്ത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നു P1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ഇസ് g1. രണ്ടാമത്തെ ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ആരോ നോക്കിയാൽ ഇവിടെ വരുമ്പം ഇങ്ങനെ ഒരെണ്ണം പോകുന്നുണ്ട്. സോ ദ സെക്കൻഡ് ഫോർവേഡ് പാത്ത് ഇസ് g2. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡെൽറ്റ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സം ഓഫ് ഓൾ ലൂപ്പ് ഗെയിൻസ്. അപ്പോൾ ഇവിടെ എത്ര ലൂപ്പ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എത്ര ലൂപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിലോട്ട് വരുന്നു. ദറ്റ് ഈസ് ഓൺലി 1 ലൂപ്പ് ഈസ് ദെയർ. ഇങ്ങനെ വരുന്നത് ദിസ് ഈസ് മൈനസ് h, ഇതെന്ന് പറയുന്നത് g1. ഓക്കെ, അപ്പോൾ ഈ ഒറ്റ ലൂപ്പേ ഉള്ളൂ, വേറെ നമുക്ക് ലൂപ്പ് ഒന്നുമില്ല, ഒറ്റ ലൂപ്പേ ഉള്ളൂ. സോ ലൂപ്പ് എന്ന് പറയുന്നത് L1 ഇറ്റ് കെൻ ബി റിട്ടൺ ആസ് -gh എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ? ഡെൽറ്റ ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് gh, അതായത് -g1h. ഓക്കെ, g1h. അപ്പം 1 പ്ലസ് g1h എന്ന് നമുക്ക് എഴുതാം. ഇനി ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ഡെൽറ്റ 1? ഇപ്പോൾ ഡെൽറ്റ 1 പി കെ ഡെൽറ്റ കെ. ഓക്കെ, പി കെ ഡെൽറ്റ കെ വെർ കെ ഈസ് ഈക്വൽ ടു 1 to 2. 2 ഫോർവേഡ് പാത്തേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ ഈ ലൂപ്പ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഇതാണ്, അതിലും ഈ ലൂപ്പ് ടച്ച് ചെയ്തിരിക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 0. ദർ ഈസ് നോ പാർട്ട് ഈസ് ടച്ചിങ്, നോൺ ടച്ചിങ് പാർട്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഡെൽറ്റ 1 ഡെൽറ്റ 2 ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു P1 ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. P1 എന്ന് പറയുന്നത് g1 ആണ്. സോ g1 ഇൻറ്റു 1, സോറി ഇറ്റ് ഇസ് നോട്ട് 0, ഇറ്റ്സ് 1. ഡെൽറ്റ 1 ഡെൽറ്റ 2 ഈക്വൽ ടു 1. ദെൻ പ്ലസ് g2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഡെൽറ്റ? 1 പ്ലസ് g1h. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് g1 പ്ലസ് g2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് g1h. അപ്പോൾ ഓപ്ഷൻ 48th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഇതിലത്തെ കറക്റ്റ് ആൻസർ. 49th ക്വസ്റ്റ്യൻ, ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് n മൈനസ് എം ഈസ്. എന്താണ് നമ്മൾ ഇതും എന്താണ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളൂ. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ ഓഫ് n മൈനസ് എം എന്ന് പറയുന്നത് z റേസ് ടു മൈനസ് എം ഇൻറ്റു ഡെൽറ്റ ഓഫ് z. അതായത് എക്സ് ഓഫ് എൻ മൈനസ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്? എക്സ് ഓഫ് n മൈനസ് എം എന്ന് പറയുന്നത് z റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് z. ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഡെൽറ്റ കൊടുത്ത് ഡെൽറ്റ ഓഫ് n മൈനസ് എം z റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് z. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ്, z റേസ് ടു മൈനസ് എം ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. 49th ക്വസ്റ്റ്യൻ ആൻസർ ബി. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് z ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നൽ അല്ലേ? അപ്പം നമ്മുടെ z ട്രാൻസ്ഫോം എക്സ് ഓഫ് എൻ, അപ്പോൾ എക്സ് ഓഫ് എൻ ഡെഫിനിഷൻ വെച്ച് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് n ഈക്വൽ ടു -∞ to ∞ എക്സ് ഓഫ് എൻ ഇൻറ്റു z റേസ് ടു മൈനസ് എൻ. ഇതാണ്
ബൈ ഡെഫിനിഷൻ ഡെഫിനിഷൻ ഓഫ് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരോ ഇട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടെ രണ്ട് സൈഡിൽ റൈറ്റ് ഹാൻഡഡ് സീക്വൻസും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡഡ് സീക്വൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് 0 ആണ്. ഓക്കെ, ആരോ എവിടെയാണ് ഇട്ടിരിക്കുന്നത്, ദറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് 0. അപ്പം അതിന് മുന്നേ 1 2. അപ്പം എക്സ് ഓഫ് -2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. എക്സ് ഓഫ് -2 എന്ന് പറയുന്നത് 2 ആണ്. എക്സ് ഓഫ് -1 എന്ന് പറയുന്നത് 4 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് ഇതാണ് 0, ഇതാണ് എക്സ് ഓഫ് 0, ഇത് എക്സ് ഓഫ് -1, എക്സ് ഓഫ് -2. അപ്പോൾ എക്സ് ഓഫ് 0 is equal to 5, എക്സ് ഓഫ് 1 is equal to 7, എക്സ് ഓഫ് 2 is equal to 0, എക്സ് ഓഫ് 3 equal to 1. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ കിട്ടി. ഇത് 1 2 3 മൂന്നെണ്ണം കിട്ടി. അപ്പോൾ ബൈ ഡെഫിനേഷൻ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് n ഈക്വൽ ടു -2 to 3 എക്സ് ഓഫ് n ഇൻറ്റു ഇസഡ് റൈസ് ടു -n. നിങ്ങൾ കൊടുക്കുമ്പം ഇവിടെ എന്ത് കിട്ടും, എക്സ് ഓഫ് -2 ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് -1 ഇസഡ് റൈസ് ടു 1 പ്ലസ് എക്സ് ഓഫ് 0 ഇൻറ്റു ഇസഡ് റൈസ് ടു 0 പ്ലസ് x of 1 into z raised to -1 plus x of 2 into z raised to -2 plus x of 3 into z raised to -3 എന്ന് കിട്ടും. ജസ്റ്റ് ഞാൻ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ വാട്ട് ഈസ് x of -2? 2z സ്ക്വയർ. x of -2യുടെ വാല്യൂ 2, so 2 into z സ്ക്വയർ പ്ലസ് x of -1 വാല്യൂ 4, so 4 into z plus x of 0യുടെ വാല്യൂ 5, so 5 into z raised to 0 is 1, so 5 itself plus x of 1ന്റെ വാല്യൂ 7, so 7 z raised to -1 plus x of 2യുടെ വാല്യൂ 0, so 0 z raised to -2 plus x of 3യുടെ വാല്യൂ 1, so 1 z raised to -3. സോ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഓഫ് ഇസഡ് എന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം നമുക്ക്. 2z സ്ക്വയർ, ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ അല്ലേ. 2z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 5 പ്ലസ് 7 z raised to -1 പ്ലസ് z raised to -3 അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.